സിംഗിൾ ടച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് Bsnl Ftthനെ കുറിച്ചാണ്. Bsnl Ftthtന് എങ്ങനെ അപ്ലൈ ചെയ്യാം, ഇനീഷ്യൽ കോസ്റ്റ് എത്രയാണ് വരുന്നത്, ഫസ്റ്റ് ബിൽ എമൗണ്ട് എത്ര വരും, പിന്നെ സ്പീഡ് എത്ര വരെ കിട്ടുന്നുണ്ട് എന്നിവയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യമായി എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന് നോക്കാം. നമ്മുടെ വീടിൻ്റെ ഏറ്റവും അടുത്തുള്ള Bsnl എക്സ്ചേഞ്ചിലാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അപ്ലൈ ചെയ്യുന്ന ആളുടെ ഒരു ഫോട്ടോയും വോട്ടർ ഐഡിയുടേതോ ആധാർ കാർഡിൻ്റെയോ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയും അതിൻ്റെ കൂടെ വയ്ക്കുവാൻ മറക്കരുത്. ഇനി ഇൻസ്റ്റാളേഷൻ ചാർജസ് എത്ര വരുന്നുണ്ടെന്ന് നോക്കാം. Bsnlൽ നിന്നും ഡയറക്റ്റാണ് ലഭിക്കുന്നതെങ്കിൽ ഇനീഷ്യൽ കോസ്റ്റ് ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. ലോക്കൽ കേബിൾ ഓപ്പറേറ്റർ വഴിയാണ് ലഭിക്കുന്നതെങ്കിൽ മോഡത്തിൻ്റെ ചാർജ്, ഫൈബറിൻ്റെ വില, പിന്നെ സ്പൈസിംഗ് ചാർജ് എന്നിവ ആദ്യം തന്നെ അവർക്ക് കൊടുക്കേണ്ടി വരും. ഫസ്റ്റ് ബിൽ എമൗണ്ട് ഏകദേശം എത്ര വരും എന്നാണ് ഇനിയും പറയാൻ പോകുന്നത്. കണക്ഷൻ Bsnl ഡയറക്റ്റ് ആണെങ്കിൽ മോഡത്തിൻ്റെ റെൻറ്റ് 100 രൂപ, മോഡത്തിൻ്റെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 500 രൂപ, പ്ലാൻ ചാർജ്, പ്ലാൻ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, ഇൻസ്റ്റാളേഷൻ ചാർജ് 250 രൂപ എന്നിവയാണ് ഫസ്റ്റ് ബില്ലിൽ വരുന്നത്. ലോക്കൽ കേബിൾ ഓപ്പറേറ്റർ വഴിയാണ് കണക്ഷൻ ലഭിച്ചതെങ്കിൽ ആദ്യത്തെ ബില്ലിൽ പ്ലാൻ ചാർജ്, പ്ലാൻ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, ഇൻസ്റ്റാളേഷൻ ചാർജ് 250 രൂപ എന്നിവയാണ് വരുന്നത്. ഇനി സ്പീഡും സ്റ്റെബിലിറ്റിയും എങ്ങനെയുണ്ടെന്ന് നോക്കാം. 499 രൂപയുടെ പ്ലാനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ പ്ലാൻ അനുസരിച്ച് 20 Mbps ആണ് സ്പീഡ് എനിക്ക് ലഭിക്കേണ്ടത്. പക്ഷേ എനിക്ക് കിട്ടുന്നത് 25 Mbps മേളിലാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. IDMൽ എനിക്ക് ഡൗൺലോഡിംഗ് സ്പീഡ് ലഭിക്കുന്നത് 2.5 Mbps ആണ്. അപ്പോൾ Bsnl Ftthtനെ കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും ഏകദേശം ഒരു ധാരണയുണ്ടായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്